തടവ് എന്ന മലയാള ചിത്രത്തിന് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇരട്ട നേട്ടം സ്വന്തമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് സംവിധായകൻ ഫാസിൽ റസാഖ്. നവാഗത സംവിധായകനുള്ള രജത ചകോരവും ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവുമാണ് തടവിനെ തേടിയെത്തിയത്. മനുഷ്യവികാരങ്ങളുടെ വ്യത്യസ്ത തലങ്ങളാണ് സിനിമയെ വേറിട്ട് നിർത്തുന്നത് എന്ന് സംവിധായകൻ ഫാസിൽ റസാഖ് അമൃത വാർത്തകളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇരട്ട നേട്ടവുമായി മലയാള ചലച്ചിത്രം തടവ്. മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയ ചലച്ചിത്രമായി തടവ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സംവിധായകൻ ഫാസിൽ റസാഖ് രജത ചകോരം സ്വന്തമാക്കി. അതിര് തിറ തുടങ്ങി നിരവധി നിരൂപക പ്രശംസ നേടിയ ഹ്രസ്വ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഫാസിൽ റസാഖ്. ഗീത എന്ന 50 വയസ്സുകാരിയായ അംഗൻവാടി ടീച്ചറിന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രമേയം. 2 തവണ വിവാഹമോചിതയായ അംഗൻവാടി ടീച്ചറിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും സന്തോഷ നിമിഷങ്ങളും ഉൾക്കൊള്ളിച്ചാണ് സിനിമ ആവിഷ്കരിച്ചിരിക്കുന്നത്. മനുഷ്യവികാരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് സംവിധായകൻ പറയുന്നു. കാര്യമായിട്ടും ഹ്യൂമൺ ഇമോഷൻസ് ആണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള ഇമോഷൻസാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. പലതരത്തിലുള്ള ഇമോഷൻ സിനിമ ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു. മറ്റേ ഇമോഷനല്ലാണ്ട് അവരുടെ ആശങ്കകൾ, മറ്റേ അവരുടെ ഹാപ്പി മൊമെൻറ്റ്സ്, അവരുടെ സങ്കടം, അങ്ങനെ പല രീതിയിലും നമുക്ക് സിനിമ നമ്മളിപ്പോൾ മനുഷ്യന്മാർ നമ്മളിപ്പോൾ എന്തൊക്കെ രീതിയിൽ നമ്മൾ പെരുമാറും അതെല്ലാം അതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമ കാണുമ്പോൾ അതങ്ങനെ പ്രകടമാകാനും പാടില്ല. സിനിമയിൽ അങ്ങനെ ബ്ലെൻഡായി തന്നെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പാലക്കാടൻ ഗ്രാമീണതയിലാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. പ്രധാന കഥാപാത്രമായ അംഗനവാടി ടീച്ചറായി വേഷമിട്ടത് പട്ടാമ്പിയിലെ UP സ്കൂളിലെ ടീച്ചറായ ബീന ചന്ദ്രനാണ്. സുബ്രഹ്മണ്യൻ, അനിത MN, വാപ്പു, ഇസ്വാഖ് മുസാഫിർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.